അകത്തെ ലൈറ്റ് വന്നില്ലല്ലോ. അല്ലേ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഗംഗ. നീണ്ട കാലത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഒരു മാസത്തിൽ കൂടുതലായിരിക്കണം എങ്കിലേ ഉള്ളൂ. കാരണം ഞാൻ വീഡിയോ ഒക്കെ, അതായത് വ്ലോഗ് അപ്ലോഡ് ചെയ്തിട്ട് ഒരു ഷോർട്സ് എടുക്കും. അതെങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട്. എന്നാൽ ചില ദിവസങ്ങൾ അത് മുടങ്ങാറുമുണ്ട്. ഇത് ഉത്രാടത്തിൻ്റെ അന്ന് വെളുപ്പിനെയുള്ള ഒരു ദിവസമായിരുന്നു. അതായത് ഒരു 1-1:30 മണി ആയപ്പോഴത്തേക്കും. അപ്പോൾ ഇത്രയും വെളുപ്പിനെ പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും. ഞാൻ എന്തുകൊണ്ടാണ് വീഡിയോസ് ഇടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിങ്ങമാസമായിരുന്നു, കല്യാണ മാസമായിരുന്നു, സീസൺ ടൈം ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് വീഡിയോസൊക്കെ എങ്ങനെയെങ്കിലും എടുത്തു വെക്കാൻ പറ്റും. അത് അപ്ലോഡ് ചെയ്യാനുള്ള സമയം കിട്ടത്തില്ല. എടുക്കാൻ കൂടിയുള്ള മാനസികാവസ്ഥ ശാരീരികാവസ്ഥ ആയിരിക്കത്തില്ല. ബോഡിയൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ വീക്കായിട്ടുള്ളൊരു ടൈമായിരുന്നേ. ഇതിപ്പം ഓണത്തിൻ്റെ, അതായത് ഉത്രാടത്തിൻ്റെ അന്നാണ്. വെളുപ്പിനെയാണ് നമ്മൾ വർക്കിന് പോയത്. എവിടെയാണ് വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലം ശാസ്താംകോട്ടയെ വെച്ചിട്ടായിരുന്നു. രാവിലെ സാരി ഉടുത്തുകൊണ്ട് പോവുക കുറച്ച് പാടുള്ളൊരു കാര്യമായിരുന്നു. എന്നിരുന്നാലും ഉത്രാടമാണ്. അപ്പോൾ ഉത്രാടത്തിൻ്റെ അന്ന് നമുക്കൊരു ഫീല് വേണമല്ലോ, ഇന്ന് ഉത്രാടമാണ് എന്നുള്ളൊരു കാര്യം. പിറ്റേ ദിവസം തിരുവോണമായി. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ ധനിയോട് പറഞ്ഞു, നമുക്ക് രാവിലെ സെറ്റ് മുണ്ടൊക്കെ കൊടുത്തിട്ട് ഇറങ്ങാമെന്ന്. കാണുന്നവർ വിചാരിക്കും നമുക്കിപ്പോൾ ഭ്രാന്താണെന്ന്. കാരണം വെളുപ്പാങ്കാലത്ത് ഒരു 1-1:30 മണിയായപ്പോൾ എണീറ്റ് ഉടുക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ടാസ്ക് ആയിരുന്നു കേട്ടോ. എന്നിരുന്നാലും കുഴപ്പമില്ല, നമ്മുടെ ഒരു മനസ്സിനകത്ത് സന്തോഷത്തിന് വേണ്ടി നമ്മൾ ഉടുത്തു കേട്ടോ. പിന്നെ നമ്മൾ പോകും വഴി രാവിലെ ഈ 1 മണി, 1:30 മണി, 2 മണി, 3 മണി സമയത്തൊക്കെയാണ് നമ്മൾ വർക്കിന് പോകണമെന്നുണ്ടെങ്കിൽ കാപ്പി കുടിച്ചിട്ടേ പോകത്തുള്ളൂ. അപ്പം നമുക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഷോപ്പുണ്ട്, ഒരു ഹോട്ടലാണ്. എന്താണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഫുഡ് നല്ല ടേസ്റ്റ് ആയിരിക്കണം. അത് തന്നെയാണ് മെയിൻ റീസൺ. ദോശയും കടലക്കറിയും, അവിടുത്തെ ആ ഒരു കോംബോ അങ്ങനെയാണ്. സാധാരണ ദോശയുടെ കൂടെ സാമ്പാറും ചമ്മന്തിയും ഒക്കെ അല്ലേ, പക്ഷേ ഇവിടെ ദോശയും കടലക്കറിയാണ് ടേസ്റ്റ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ആ ഭാഗത്ത് എവിടെയോ ആണ്. രാത്രി ഇതുവഴി ഡ്രൈവ് ചെയ്ത് പോകുന്നവരുണ്ടെങ്കിൽ ഇടത് സൈഡിന്, അതായത് നമ്മൾ ലെഫ്റ്റ് സൈഡിന് നോക്കി പോയാൽ കാണാം. ഒരു വലിയ ഹോട്ടലാണ്. ഇങ്ങനെ നേരം വെളുക്കുന്നതിന് മുമ്പ് പോകുന്നത് കൊണ്ട് തന്നെ നമ്മളിങ്ങനെ പേരൊന്നും നോക്കി വെച്ചിട്ടില്ല കേട്ടോ. ഇനി എപ്പോഴെങ്കിലും ഞാൻ നോട്ട് ചെയ്ത് പറയുന്നതാണ്. അപ്പം ഫുഡ് കഴിച്ചിട്ടാണ് പോകുന്നത്. എന്തുകൊണ്ട് ഫുഡ് കഴിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാതെ നമ്മൾ വർക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ തളരും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ചിലപ്പം ഇന്നൊരു ദിവസത്തെ ആഹാരം എന്ന് പറയുന്നത് ഈ ദോശയും കടലക്കറിയും ആവാനും ചാൻസ് ഉണ്ട്. അപ്പം രാവിലെ എണീറ്റ് ഒരു 1 മണിക്കൂറിനുള്ളിൽ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. ഈ ലൊക്കാലിറ്റിയിലോട്ടൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ മാക്സിമം ഇവിടെ തന്നെയാണ് കയറുന്നത്. അതല്ല ഇപ്പം ട്രിവാൻഡ്രം ആ ഒരു സൈഡൊക്കെ ആണ് പോണത്. എന്നിരുന്നാലും നമ്മൾ എന്തെങ്കിലും വാങ്ങിച്ച് കഴിച്ചിട്ടേ കയറത്തുള്ളൂ കേട്ടോ വർക്കിന്. ചായയോ അല്ലെങ്കിൽ കേക്കോ ബിസ്ക്കറ്റോ എന്തെങ്കിലും കഴിച്ചിട്ടേ കയറത്തുള്ളൂ. ഈ ബ്ലൗസ് എനിക്ക് അമ്മ സ്റ്റിച്ച് ചെയ്ത് തന്നതാണ് കേട്ടോ. പക്ഷേ ഞാൻ അറിഞ്ഞിരുന്നില്ല ഇങ്ങനെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യണതെന്ന്. ബ്ലൗസ് തയ്ച്ച് കിട്ടിയതിന് ശേഷമാണ് ഞാൻ യഥാർത്ഥത്തിൽ സെറ്റ് മുണ്ട് എടുക്കുന്നത് കേട്ടോ. പിന്നെ ബ്ലൗസിൻ്റെ കളർ ഒരുതരം ബ്ലൂ ആയിരുന്നു. ഞാൻ പ്ലെയിൻ കസവാണ് എടുത്തത്. എന്താണ് കളർ, അതായത് ബ്ലൗസിൻ്റെ കളറിലുള്ള കസവ് വെച്ചിട്ട് എടുക്കേണ്ടെന്ന് നമ്മൾ പറഞ്ഞത് കൊണ്ട് ഞാൻ പ്ലെയിൻ കസവാണ് എടുത്തത്. അങ്ങനെ എടുക്കുമ്പോൾ ചിലപ്പോൾ എടുപ്പ് കാണത്തില്ല എന്ന് പറയും. പക്ഷെ കൊള്ളായിരുന്നു കേട്ടോ. നല്ല ബ്ലൗസും നല്ല മുണ്ടുമായിരുന്നു. ധന്യ കൊടുത്തിരുന്നതും ചെക്ക് കളറ് സെറ്റ് മുണ്ടും ആയിരുന്നു. അത് കുറച്ച് വെറൈറ്റി ആയിരുന്നു, അതും കൊള്ളായിരുന്നു. ചെക്കിൻ്റെ സെറ്റ് മുണ്ട് ഞാൻ അങ്ങനെ പൊതുവേ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ ഞാൻ ശ്രദ്ധിക്കാത്തതായിരിക്കാം, പക്ഷെ എന്തായാലും നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ കാറിൽ കയറി നമ്മൾ ഒരു 1-1.5 മണിക്കൂറോളം യാത്ര ഉണ്ടായിരുന്നു. കാറിൽ ഇരുന്ന് ഉറങ്ങണമെന്നൊക്കെ വിചാരിച്ചതാണ്, പക്ഷെ അതൊന്നും നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. കാറിനകത്തിരിക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഉറക്കം വരത്തില്ല. ധന്യ പിന്നെയും ഉറങ്ങും, എനിക്ക് ഒട്ടും ഉറക്കം വരത്തില്ല കേട്ടോ. ഞാൻ വിചാരിക്കും രാവിലെ എണീക്കുമ്പോൾ വിചാരിക്കും കാറിനകത്ത് കയറിയിട്ട് ഉറങ്ങാം എന്നൊക്കെ വിചാരിച്ച് ചിലപ്പോൾ ബെഡ്ഷീറ്റും തലയണയൊക്കെ കൊണ്ടായിരിക്കും കയറുന്നത്, പക്ഷെ എനിക്ക് ഉറക്കം വരത്തില്ല. പിന്നെ എനിക്കിപ്പോൾ കാറിൽ ഭയങ്കര വോമിറ്റിംഗ് ടെൻഡൻസിയാണ്. AC ഇട്ടാലും ശരി, AC ഇട്ടില്ലെങ്കിലും ശരി, എനിക്ക് ഭയങ്കര വോമിറ്റിംഗ് ടെൻഡൻസിയാണ്. സ്കൂട്ടിയിൽ പോകുമ്പോഴാണെങ്കിൽ ഈ വക പ്രശ്നങ്ങളൊന്നുമില്ല. അതെന്താ കാര്യമൊന്നും അറിയത്തില്ല. അയ്യോ ഇവിടെ ബ്രൈഡൊക്കെ റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. ബ്രൈഡിൻ്റെ വിശേഷങ്ങളൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ കൊല്ലത്ത് ശാസ്താംകോട്ട വെച്ചിട്ടായിരുന്നു വർക്ക്. ഇതാണ് നമ്മുടെ ബ്രൈഡ്. ബ്രൈഡിന് സിമ്പിൾ ലുക്കാണ് ആൾ പറഞ്ഞിരുന്നത്, ഒട്ടും പുട്ടി തോന്നിക്കാത്ത രീതിയിൽ. അതുകൂടാതെ തന്നെ നമ്മൾ മുല്ലപ്പ് കുറച്ച് ഹാങ് ചെയ്ത് തന്നെ ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കും തനിക്കും ഇങ്ങനെ ഹാങ് ചെയ്ത് മുല്ലപ്പ് വയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയതിന് മുമ്പ് ധന്യയെ കൊണ്ട് മുല്ലപ്പ് വയ്പ്പിച്ചേ. അത് ഈ ചരടി തന്നെയാണ് ഞാൻ മുല്ലപ്പ്, അതായത് ഇങ്ങനെ ഹാങ്ങിങ് രീതിയിൽ തന്നെയാണ് ഞാൻ മുല്ലപ്പ് വെച്ചത്. മുല്ലപ്പൂ ഞങ്ങൾ കയ്യിൽ കരുതിയിരുന്നു.
അങ്ങനെ മുല്ലപ്പൂക്കെ വെച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. എൻ്റെ ഭയങ്കര ഒരു ആഗ്രഹമാണ് എനിക്കിങ്ങനെ മുടി തെറ്റിയിട്ടിട്ട്, എനിക്ക് തെറ്റിയിടാനുള്ള മുടിയൊന്നും ഇല്ല, അതുകൊണ്ട് തന്നെ ഞാൻ എക്സ്റ്റൻഷൻ യൂസ് ചെയ്തേ കേട്ടോ. തെറ്റിയിട്ടിട്ട് ഇങ്ങനെ മുല്ലപ്പൂ ഹാങ് ചെയ്ത് വയ്ക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ സത്യം പറഞ്ഞാൽ ഈ ഉത്രാടത്തിന് എന്താണ് ആ ആഗ്രഹം നടന്നത്. എവിടെയെങ്കിലും റിലേറ്റീവ്സിൻ്റെ കല്യാണം ഉള്ളപ്പോൾ ഇങ്ങനെ പോകാമെന്ന് വിചാരിച്ചു, പക്ഷെ ഒന്നും നടപ്പില്ല. അപ്പോൾ പിന്നെ വിചാരിച്ച് വേണ്ട, നടക്കണ്ട, എനിക്ക് ഉത്രാടത്തിനെന്ന് വെച്ചാലും മതി. ധന്യയും വയ്ക്കാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ്. പിന്നെ ധന്യ പറഞ്ഞു ഞാനിപ്പോൾ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മുല്ലപ്പൂ അത്രയും വാടിപ്പോ, നീ വേണമെങ്കിൽ വെച്ചോളാൻ പറഞ്ഞ്. അങ്ങനെ ഞാൻ പിന്നെ വെച്ചിട്ട് ഇറങ്ങി കേട്ടോ. ഇനി നേരെ നമുക്ക് പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഉത്രാടമാണ്. അപ്പോൾ ഷോപ്പ് തുറന്നിട്ടുണ്ട്. തിരുവോണത്തിൻ്റെ ഒന്നും അവിട്ടത്തിൻ്റെ ഒന്നും ചതയത്തിൻ്റെ ഒന്നും മാത്രമേ ഷോപ്പ് തുറക്കാതെ ഉള്ളൂ. അപ്പോൾ കുറച്ച് അപ്പോയിൻമെൻറ്റ്സ് ഉണ്ട്, അത് വേറെ കാര്യം. അതുകൂടാതെ തന്നെ ഇന്ന് ഉച്ചയ്ക്ക് ഊണ് പുറത്തുനിന്നാണ്. അപ്പോൾ സ്റ്റാഫ്സിനൊക്കെ കൊടുക്കുന്നുണ്ട്, ഫുഡ് കൊടുക്കുന്നുണ്ട്. ധന്യയും ഞാനും ഒരു ഹോട്ടലിൽ, അത് നമ്മൾ ചട്നി മാമി എന്ന് പറയുന്ന ഒരു ഹോട്ടലുണ്ടല്ലോ, ഭയങ്കര ഫേമസ് ആണ് ഇപ്പോൾ ഈ ഇടയായിട്ട്. അപ്പോൾ അവിടെ ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ അവിടെ കയറി ബുക്ക് ചെയ്തിട്ട് കൂടിയാണ് പോയത് കേട്ടോ. നോട്ട് ദ പോയിന്റ്, ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ കുറച്ച് ട്വിസ്റ്റും കാര്യങ്ങളും ഉണ്ട്, അത് ഞാൻ വഴിയെ പറഞ്ഞു തരാം. രോഹിണിയോടും ഹർഷയോടും ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ സെറ്റും മുണ്ടും തന്നെ ഉടുത്തോണ്ട് വരണം, സെറ്റ് സാരി ഉടുത്തോണ്ട് വരല്ലേ എന്ന്. അതിലും ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്, അത് വഴിയെ പറഞ്ഞു തരാം. ഞാൻ പോലും പ്രതീക്ഷിച്ചില്ലായിരുന്നു ട്വിസ്റ്റ് കേട്ടോ. പിന്നെ പോകും വഴി അത്തം ഇടാൻ വേണ്ടിയിട്ട്, അതായത് ഷോപ്പിൽ അത്തം ഇടാൻ വേണ്ടിയിട്ട് പൂവ് മേടിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിച്ച് എൻ്റെ ഇതാണ് ഒന്ന്, അതായത് ഈ അത്തപ്പൂക്കളമാണ് ഒന്ന് ഫ്ലോപ്പായി പോയത് കേട്ടോ. തലേ ദിവസമേ പൂവ് വാങ്ങിച്ച് വെക്കണം, അപ്പോൾ രോഹിണി ഹർഷയും കൂടെ ചേർന്ന് ഇടുമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് അങ്ങനെ എടുത്ത് വെക്കാനും പറ്റിയിരുന്നില്ല, ഞാൻ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയപ്പോൾ താമസിച്ച്. പിന്നെ പോകും വഴിയാണ് ഇങ്ങനെ പൂവ് ഇരിക്കുന്നത് കണ്ടത്. ഞാൻ മാത്രമേ വാങ്ങിച്ചോളൂ, ധന്യ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. ധന്യ വൈകുന്നേരം വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞ് 300 രൂപയ്ക്ക് ഞാൻ പൂവ് വാങ്ങിച്ചു കേട്ടോ. പക്ഷേ പൂവ് ഒരുപാടൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു അത്ത ഇടാൻ കണക്കിനൊന്നും പൂവ് ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് തിരിച്ചു. പിന്നെ കാപ്പി കുടിക്കാൻ വേണ്ടി കയറിയതാണ്. സമയം ഇപ്പോൾ ഒരു 10 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഷോപ്പിലോട്ട് കയറാമെന്ന് വിചാരിച്ചു. വെളുപ്പിന് 1:45 കഴിച്ചതൊക്കെ വയറ്റിൽ നിന്ന് സ്വാഹ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേ വിശപ്പ് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു 10 മണി ആയപ്പോഴത്തേക്കും. പിന്നെ നമ്മൾ കഴിച്ചിട്ടാണ് തിരിച്ച് നമ്മൾ ഷോപ്പിലോട്ട് പോയത്. അങ്ങനെ കഴിച്ചു. പിന്നെ ഇവിടെ ചട്നി മാമിൽ നമ്മൾ ഉച്ചക്കത്തേക്കുള്ള ഫുഡിന് പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. സപ്പോസ് തീർന്നെങ്ങാനും പോകണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയി പോകണമെങ്കിലോ എന്ന് വരും നമ്മൾ നേരത്തെ പറയാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോയി മോനൂട്ടനെയും വിളിച്ചുകൊണ്ടാണ് ഞാൻ നേരെ ഷോപ്പിലോട്ട് പോയത്. കാരണം ഉച്ചക്കത്തെ ഫുഡ് വെളിയിൽ നിന്നാണ്. അപ്പോൾ അവൻ ഇങ്ങനെയൊക്കെ എൻ്റെ കൂടെ വരണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഹാപ്പി ആണോ? താങ്ക് യു. ഹാപ്പി ആണോ? എന്റെ ഹാപ്പി ആണോ? ഹാപ്പി ആണോ? ഹാപ്പി ആണോ? അയ്യോ ശരി. അയ്യോ പിന്നെ ഷോപ്പിൽ കുറച്ച് അപ്പോയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് സ്റ്റാഫിന് ഓണക്കോടിയും ബോണസൊക്കെ കൊടുത്ത് ഇറങ്ങിയപ്പോൾ കുറച്ച് താമസിച്ച് പോയി. ഞാൻ ഇത് സർപ്രൈസ് ആയിട്ടാണ് വെച്ചിരുന്നത്, ഓണക്കോടി കൊടുക്കുന്ന കാര്യമൊക്കെ. അതുകൊണ്ട് തന്നെ അവർ ശരിക്കും ഞെട്ടി കേട്ടോ. ഇതിൽ ട്വിസ്റ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സെറ്റും മുണ്ടും കൊടുത്താണ് അവർ രണ്ടിടത്തും വരാൻ പറഞ്ഞത്. അതിൽ രോഹിണി ഷർട്ടും ഒരു മുണ്ടുമാണ് കൊടുത്തിരുന്നത്. അപ്പം ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. ഇവളെന്തോ സർപ്രൈസ് എനിക്ക് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പോൾ എനിക്കൊക്കെ പൊതുവേ ഇത് ഭയങ്കര ചമ്മലാണ്. പക്ഷേ അവൾ ഭയങ്കര ധൈര്യത്തോടു കൂടിയാണ് ആ ഡ്രസ് കോഡ് ഇട്ടത് കേട്ടോ. പക്ഷേ കാണാനൊക്കെ കൊള്ളായിരുന്നു. പിന്നീട് ഇങ്ങോട്ട് അത് ഭയങ്കര ട്രെൻഡ് ആവുകയും ചെയ്ത്. കാരണം തിരുവോണം കഴിഞ്ഞ് മിക്ക റീൽസിലും അത് ഭയങ്കര ട്രെൻഡിങ്ങും ആയിരുന്നു. പിന്നെ രണ്ടാമത്തെ ട്വിസ്റ്റാണ് കേട്ടോ ഇവിടെ. മോനോട്ടനെയും കൊണ്ടാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഫുഡ് പറഞ്ഞിരുന്നു. പക്ഷേ ഇവർ 50 പേർക്കോ 100 പേർക്കോ കൊണ്ടാണ് ഇവർ ഫുഡ് അറേഞ്ച് ചെയ്തത്. പക്ഷേ ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. നല്ല തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരെയും കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. കാരണം അവർ തുടങ്ങിയിട്ട് 1 വർഷത്തിനുള്ളിലാണ്, അതായത് 1 വർഷം തികഞ്ഞില്ല. അപ്പോൾ അതിൽ ഫസ്റ്റ് ഓണമാണ്. അപ്പോൾ അവരും പ്രതീക്ഷിച്ചില്ല ഇത്രയും തിരക്കുണ്ടാവുമെന്ന്. പിന്നീടാണ് അറിഞ്ഞത് 400 പേർക്ക് അവിടെ സദ്യ കൊടുത്തിരുന്നു എന്ന്. അതുകൊണ്ട് തന്നെ ഫുഡ് മിക്കതും തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേരൊക്കെ അവിടെ സംസാരമായി എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ കുറ്റപ്പെടുത്താനോ ഒന്നിനും നിന്നിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവർ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അവർ 50 എന്നുള്ളത് 400 പേർക്ക് അവർ ഫുഡ് കൊടുത്തിരുന്നു. അപ്പോൾ അത്രയും അവർ അറേഞ്ച് ചെയ്തു. പിന്നീട് അവരെ കയ്യിൽ നിന്നിട്ടുണ്ടായിരുന്നു കാണൂല. പക്ഷെ നമുക്ക് ഫുഡൊക്കെ കിട്ടി.
നേരത്തെ കുട്ടി പറഞ്ഞതായതുകൊണ്ടും ആ ഒരു കൺസിഡറേഷൻ ഉള്ളത് കൊണ്ടും ഫുഡൊക്കെ കിട്ടി. പക്ഷേ ഇവരുടെ കറികൾ ഒരുപാടുള്ളതാണ്, പക്ഷേ കറികൾ കുറച്ച് കുറവായിരുന്നു. എന്നിരുന്നാലും പരാതികളൊന്നും ഉണ്ടായിരുന്നില്ല. അതിനനുസരിച്ച് അവർ പേയ്മെൻറ്റ് നമ്മളിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നോളെ. പിന്നെ ഞാൻ സലൂൺ ഇട്ടിട്ട് ഫസ്റ്റ് ഓണമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഓണം, ആദ്യത്തെ ഓണം നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചത് തന്നെയാണ്. അതിൽ അത്തം മാത്രമേ നടക്കാതിരുന്നുള്ളൂ. സലൂണിനകത്ത് അത്തം ഇടണമെന്ന് വിചാരിച്ചു, പക്ഷേ അത് നടന്നിരുന്നില്ല, തിരക്ക് കാരണം. പക്ഷേ ഓവറോൾ എല്ലാം നല്ല രീതിയിൽ തന്നെ നടന്നു. അത് ദൈവത്തിൻ്റെ കടാക്ഷം കൊണ്ട്. പിന്നെ എൻ്റെ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഒരു സലൂൺ ഇടുക എന്നുള്ളത്. കാരണം ഞാൻ അത്രയ്ക്ക് കിടന്ന് നരകിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം എനിക്ക് ഇടാൻ പറ്റുന്ന ഒട്ടും പ്രതീക്ഷിച്ചിരുന്നതല്ല. പക്ഷേ ഇത്തിരി കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അതൊക്കെ സാധിച്ചെടുത്തു. അപ്പോൾ ദേ ഈ വർഷത്തെ ഞങ്ങളുടെ ഓണാഘോഷ വിശേഷങ്ങളൊക്കെ ഇവിടെ കഴിയുകയാണ്. അടുത്തത് തിരുവോണമാണ്. തിരുവോണത്തിൽ നമ്മുടെ ഫാമിലിയിലെ ഓണവിശേഷങ്ങളായിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ, സീ യു.